ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ പേരിൽ ഒരക്ഷരം കൂട്ടിയാൽ ഭാഗ്യം മാറുമോ? പേര് ശരിയല്ലെങ്കിൽ ജീവിതം കഷ്ടമാകും. നെയിം കറക്ഷൻ ന്യൂമറോളജി സീക്രട്ട്. ചില സിനിമാ താരങ്ങൾ അവരുടെ പേരിൽ ചെറിയ മാറ്റം വരുത്തിയതിന് ശേഷം അവരുടെ ജീവിതം മാറി എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ എക്സ്ട്രാ ലെറ്റർ, പക്ഷേ വലിയ വിജയം. ഇത് യാദൃച്ഛികമാണോ? അല്ലെങ്കിൽ പേരിൻ്റെ വൈബ്രേഷൻ ശരിയാകുമ്പോൾ ജീവിതം മാറുമോ? പേരെന്തുകൊണ്ട് പ്രധാനമാണ്? ന്യൂമറോളജി പ്രകാരം ഓരോ അക്ഷരത്തിലും ഒരു എനർജി ഉണ്ട്. പേര് നമ്മൾ ദിവസവും കേൾക്കുന്ന വൈബ്രേഷൻ. ഒരാളുടെ പേര് പലതവണ വിളിക്കുമ്പോൾ ആ വൈബ്രേഷൻ ആക്റ്റീവ് ആകുന്നു. പേര് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഡിലേ, സ്ട്രഗിൾ, കൺഫ്യൂഷൻ. പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഫെയിം, മണി, ഓപ്പർച്യൂണിറ്റീസ്. പേരിൽ എത്ര അക്ഷരം വേണം? ഫിക്സ്ഡ് റൂൾ ഒന്നുമില്ല, പക്ഷേ ബാലൻസ് വളരെ പ്രധാനമാണ്. വളരെ ഷോർട്ട് നെയിം വീക്ക് വൈബ്രേഷൻ, വളരെ ലോങ് നെയിം കൺഫ്യൂഷൻ എനർജി. ഉച്ചരിക്കൽ ഈസി, സ്മൂത്ത് സൗണ്ട്, റിപ്പീറ്റിംഗ് ലെറ്റർ അവോയ്ഡ് ചെയ്യുക. എക്സ്ട്രാ ലെറ്റർ ചേർത്താൽ എന്ത് സംഭവിക്കും? ചിലർ പേരിൽ എ കൂട്ടും, എച്ച് കൂട്ടും, ഡബിൾ ലെറ്റർ ഇടും. ഉദാഹരണം അനു ഒരു യു കൂടെ ചേർക്കും. റിയയുടെ കൂടെ ഒരു എച്ച് ചേർക്കും. ഇത് വൈബ്രേഷൻ സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്യും, പക്ഷെ ബ്ലൈൻഡ്ലി ചേർക്കരുത്. റോങ് കറക്ഷൻ ചെയ്താൽ കൺഫ്യൂഷൻ, ഫിനാൻഷ്യൽ ലോസ്. റൈറ്റ് കറക്ഷൻ ചെയ്താൽ കരിയർ ഗ്രോത്ത്, ലക്കി, സോഷ്യൽ പോപ്പുലാരിറ്റി. പേര് മാറ്റം എപ്പോൾ ചെയ്യണം? ജീവിതത്തിൽ റിപ്പീറ്റായി സെയിം പ്രോബ്ലം വരുമ്പോൾ, കരിയർ സ്റ്റക്കായിരിക്കുമ്പോൾ, നെയിം പ്രൊണൗൺസിയേഷൻ ഓക്വേർഡ് ആയിരിക്കുമ്പോൾ. പക്ഷേ മുഴുവൻ പേര് മാറ്റേണ്ടതില്ല, സ്മോൾ കറക്ഷൻ മതി. നിങ്ങളുടെ പേര് കമൻറ്റിൽ എഴുതൂ. അത് സ്ട്രോങ് വൈബ്രേഷൻ ആണോ എന്ന് ഞാൻ റിപ്ലൈ ആയി പറയാം. ഇത്തരത്തിലുള്ള ന്യൂമറോളജി രഹസ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.